ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചിക്കൻ കറി എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. കുട്ടികൾക്കും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചിക്കൻ കറി. ഇന്ന് നല്ലൊരു മിൽക്ക് ചിക്കൻ തയ്യാറാക്കിയാലോ? വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സാധാരണ തേങ്ങാപ്പാൽ ഉപയോഗിച്ചൊക്കെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ ഇവിടെ പശുവിൻ പാൽ ഒഴിച്ചാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റാണ്. നമ്മൾ ഓർക്കും പശുപാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അല്ല, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. മിൽക്ക് ചിക്കൻ തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ 1 കിലോ, പാല് മിൽമ പാലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് 2 കപ്പ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഒരു 15 അല്ലി വെളുത്തുള്ളി ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത് ഒരു വലിയ കഷ്ണം, ഒരു 4 പച്ചമുളക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഒരു സവോളയുണ്ട്. ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, 8 ഗ്രാമ്പു, 8 ഏലക്ക നന്നായിട്ട് ചൂടാക്കി പൊടിച്ച ശേഷം അരച്ചെടുത്തതാണ്. മിക്സിയിൽ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് ആവിയിൽ പുഴുങ്ങിയ ശേഷം അതിനെ തൊലി കളഞ്ഞ് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പൊടികളുണ്ട്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാലിൽ ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് മിൽമ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പാല് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പച്ചപ്പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 15 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. പാത്രത്തിലേക്ക് നമ്മൾ ചിക്കനും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പാൽ തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പാൽ തിളച്ച് പോകാതെ ശ്രദ്ധിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇനി ഒരുപാട് മൂടി വെച്ച് വേവിക്കേണ്ട. കുറച്ചൊന്ന് നമ്മൾ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്കത് വേവിച്ചെടുത്താൽ മതി. പകുതി വേവായ ശേഷം നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ കോരി എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ആ ഗ്രേവി വീണ്ടും നമ്മൾ മസാല മൂപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുഴുവൻ വേവാവേണ്ട ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കി നമുക്ക് പകുതി വേവായോ ഒന്ന് നോക്കിയ ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കി എന്തോ നോക്കി ഒന്ന് നോക്കാം. പാലൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിക്കണം, തിളച്ച് പോവാതെ. പാലൊഴിക്കുന്നതുകൊണ്ട് തിളച്ച് പോകും പെട്ടെന്ന് പുറത്തോട്ടല്ലേ, പുറത്തോട്ട് തിളച്ച് പോകും. കുറച്ച് മൂടി വെച്ച് വേവിച്ചാൽ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം. അതെ, നമുക്ക് പാലൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തിളച്ച് പൊങ്ങുമല്ലേ അല്ലേ. ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് ഒരു പാൻ വെച്ച് മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു സവോള നീളത്തിൽ കട്ടി കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞാൽ പെട്ടെന്ന് സവോള വാടി കിട്ടും. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴണ്ട് വരണ്ട, എന്നാലും ഏകദേശം ഒന്ന് വഴണ്ട് വന്നു മതി. ചിക്കനകത്ത് ഇട്ട് വേവിച്ചെടുക്കുന്നതല്ലേ അല്ലേ? ഒന്നുകൂടെ ചിക്കനിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്നൊന്ന് വാടിക്കിടാൻ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പം സവോളയ്ക്ക് ആവശ്യമായ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ ഉള്ളിയും ഈ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം മതി. നമ്മൾ ചിക്കനിലെ എണ്ണ പ്രത്യേകിച്ച് ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇല്ല, കുറച്ച് എണ്ണ മതി. ഇപ്പോൾ കൊളസ്ട്രോളുകാർക്ക് പോലും നമുക്ക് കഴിക്കാൻ പറ്റും. നന്നായിട്ട് സവോള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട നമ്മൾ അരച്ച് വെച്ചതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. 2 കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചെറിയ തീയിൽ വേണം അല്ലേ? അത് ചെറിയ തീയിൽ നമുക്ക് ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ബ്രൗൺ ആവുന്നവിടെ വഴറ്റിയെടുക്കാം. ഈ കറുവാപ്പട്ടയോ ഗ്രാമ്പും ചേർത്തതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി.
പെട്ടെന്ന് കറുവപ്പട്ടയൊന്നും കിട്ടാനില്ലെങ്കിൽ അല്ലേ. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് ബ്രൗൺ ആയിട്ട് മൂപ്പിച്ചെടുക്കണം അല്ലേ. തക്കാളിയുടെ കുറുകി വരട്ടെ. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ വേവിച്ച സമയത്ത് ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ ഗ്രേവിയിലെ കുറച്ച് വെള്ളം എടുത്ത് നിങ്ങൾ ഈ മസാലയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കി എടുത്താൽ മതി. ഒരു കുറുകിയ പരുവത്തിലാണ് നമ്മൾ ഈ ചിക്കൻ കറി ഇരിക്കുന്നത്. അപ്പം അങ്ങോട്ട് കുറുക്കി ഗ്രേവി ആക്കി എടുത്ത ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ചിക്കനും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അവിടെ വേവിച്ചെടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അതിനുശേഷം നമുക്ക് ഒന്നോടെ ഈ ഗ്രേവിയിൽ കിടന്ന് ഈ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. നമുക്കത് മൂടി വെച്ചൊന്ന് ചെറുതായിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കളറൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രേവിയൊക്കെ ആയില്ലേ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഉപ്പൊക്കെ ഉണ്ട്. ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം അല്ലേ. സ്റ്റൗ ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കളെല്ലാവരും ഉണ്ട്. കളിയും ആഘോഷവും ബഹളവും ഒക്കെ ഇന്നിവിടെ. നമുക്ക് എല്ലാവരും ഒന്ന് വിളിച്ചാൽ ടേസ്റ്റ് ചെയ്യാം. അവർ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കും എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് വന്നേ. നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. അവർക്കൊന്ന് നമുക്കൊന്ന് വിളമ്പി കൊടുക്കാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി മക്കളൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയേ. എല്ലാവരും കുറേശ്ശെ ചൂടുണ്ടോ എന്ന് നോക്കണേ. കുഞ്ഞിക്ക് എത്തുന്നില്ലേ? പതുക്കെ ചൂടൊക്കെ നോക്കണം കേട്ടോ. ചാറും കഷ്ണമൊക്കെ ഒന്ന് കൂട്ടി. കഷ്ണമൊക്കെ എടുത്തു തരണോ? ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടോ. പതുക്കെ കഴിച്ചോ? എങ്ങനെയുണ്ട്? അമ്മ ഇതിന്റെ ഉള്ളിൽ തേങ്ങാപ്പാലാണോ ഒഴിച്ചേ? ഇല്ല, അല്ലല്ലോ, പശുമ്പാല. നല്ല ടേസ്റ്റ് ഉണ്ട്. വിളിച്ചോ? എങ്ങനെയുണ്ട് ചോദിച്ചു? ഇതെന്നാ മിണ്ടാണ്ടിരിക്കണേ, പറഞ്ഞേ. സൂപ്പറാണോ? അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായ രീതിയിൽ വെറൈറ്റി ആയിട്ട് പാലൊക്കെ ഒഴിച്ച് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയാലല്ലേ. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്കും ചിലപ്പം നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ പറയുന്ന പോലെയല്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്. നമ്മൾ ചിക്കൻ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ വെള്ളം ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പാല് തന്നെ ഒഴിച്ചാൽ നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിലും വളരെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ഏത് തരത്തിലാണ് ഉണ്ടാക്കിയാലും അത് നല്ലൊരു ടേസ്റ്റ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.